മദ്യനയ കേസിൽ ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. കെജ്രിവാളിന്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി. കേസിൽ മാപ്പുസാക്ഷികളെ അവഗണിക്കാനാകില്ലെന്നും കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്നും ജസ്റ്റിസ് സ്വർണകാന്ത് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. അസിത, കെജ്രിവാൾ മുന്നോട്ട് വെച്ച വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ഇതിൽ പൂർണ്ണമായും ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമസാധുതയുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തു. മാത്രമല്ല, കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്നുള്ളതാണ് ഇ പറഞ്ഞിരിക്കുന്നത്. ഇ നൽകിയ തെളിവുകൾ ഈ കെജ്രിവാൾ ഇതിൽ ഗൂഢാലോചന പ്രതിയാണ്, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയത് കെജ്രിവാളാണെന്നാണ് ഇ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മാപ്പുസാക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാപ്പുസാക്ഷികളെ അവഗണിക്കുന്ന ആവശ്യം കൂടി കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ മാപ്പുസാക്ഷികളെ ഇത്തരത്തിൽ അവഗണിച്ചാൽ അത് നിയമവ്യവസ്ഥയെ ബാധിക്കുമെന്നും പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു.